ആശാ സമരയാത്രയ്ക്ക് സംസ്ഥാനത്തുടനീളം ലഭിച്ചത് മികച്ച പിന്തുണയെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു. സമരത്തോടും യാത്രയോടും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഒരേ സമീപനമെന്നും എം.എ. ബിന്ദു പറഞ്ഞു. അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കുന്നതുവരെ സമരം കൂടുതൽ ശക്തമായി തുടരുമെന്നും എം.എ. ബിന്ദു ജനം ടിവിയോട് പറഞ്ഞു. രാപ്പകൽ സമരപന്തലിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 45 ദിവസം നീണ്ടുനിന്ന ആശമാരുടെ സമരയാത്രയ്ക്ക് തലസ്ഥാനത്ത് സമാപനമായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സമരത്തെ നയിച്ച യാത്രയെ നയിച്ച എം.എ. ബിന്ദുവാണ്. 45 ദിവസം നീണ്ടുനിന്ന സമരയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചിരിക്കുകയാണ്. ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമാപിച്ചിരിക്കുകയാണ്. എന്താണ് സംസ്ഥാന സർക്കാരിനോട് ഈ നിമിഷം പറയാനുള്ളത്? ഈ നിമിഷം എന്നല്ല, നമ്മൾ സമരം തുടങ്ങിയപ്പോൾ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്, ഇത് ഏറ്റവും ന്യായമായ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമരമാണ്. സർക്കാരിന് ഒരു തരത്തിലും ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാത്ത ഡിമാൻഡുകളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടിവാശിയുടെ അടിസ്ഥാനത്തിൽ ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോവുക എന്നുള്ളതല്ല ചെയ്യേണ്ടുന്നത്. ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ ഈ സമരം സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടുന്നത്. അതിന് തയ്യാറാകണം, ഈ ഡിമാൻഡ് അംഗീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക്. 45 ദിവസം മെയ് 5-ാം തീയതിയാണ് യാത്ര ആരംഭിച്ചത്. വിവിധ ജില്ലകളിലൂടെ കടന്നുപോയി ആ ജില്ലകളിലൂടെ ഓരോ ജില്ലകളിലും കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എങ്ങനെയാണ് പ്രവർത്തകരും ആശാപ്രവർത്തകരും മറ്റ് ജനങ്ങളും ഈ സമരത്തെ കണ്ടത്, ഈ യാത്രയെ കണ്ടത്? എല്ലാ ജില്ലകളിലും ഈ സമര സ്ഥലത്തേക്ക് വരാൻ പല പ്രതിബന്ധങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നവർ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. അതുമൂലം ഇവിടെ വരാൻ പറ്റാതിരുന്ന എല്ലാ ആശമാരും ഞങ്ങളെത്തിയ എല്ലാ ജില്ലകളിലും ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരണ കേന്ദ്രങ്ങളിലും 100 ആശമാരാണ് കാസർഗോഡ് മുതൽ വന്നു ചേർന്നത്. പിന്നെ ഞങ്ങളെ സ്വീകരിക്കാനിരിക്കുന്നത് അത് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും മതമേലധ്യക്ഷന്മാരും ഒക്കെയാണ്. പക്ഷേ അവിടെയൊന്നും അത്തരത്തിലുള്ള ഒരു അഭിപ്രായ അനൈക്യമോ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അവരെല്ലാം ഒരൊറ്റ മനസ്സോടെ ഞങ്ങളെ സ്വീകരിക്കുന്നതാണ് കേരളം എമ്പാടും ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് അവരിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം ഒരേ ഈണത്തിലും താളത്തിലും ഒക്കെയുള്ള വാക്കുകളാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന വികാരങ്ങൾ എല്ലാവരുടെയും ഒരേപോലെയുള്ള വികാരങ്ങളാണ്. അത്തരത്തിൽ ഒരേപോലെ കേരളം ഏറ്റെടുത്ത ഒരു സമരമായി നമ്മുടെ സമരം മാറി എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഈ 14 ജില്ലകളിലും ഈ 45 ദിവസമായിട്ട് ഞങ്ങൾക്കുണ്ടായത്. ഈ സമരം തുടങ്ങിയത് മുതലുള്ള ഒരു പ്രതികാര നടപടിയുണ്ട്. അതായത് അത് തന്നെ ഇന്ന് ഈ രാപ്പകൽ സമരയാത്ര അവസാനിക്കുമ്പോഴും ഒരു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി ഈ സമരത്തെ യാത്രയെ തകർക്കുവാൻ. അതെ, തീർച്ചയായിട്ടും അത് നമ്മുടെ സമരം തുടങ്ങിയപ്പം മുതൽ ഉള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമസഭാ മാർച്ച് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ വലിയ കലാപം നടക്കുമെന്ന് പറഞ്ഞു. ഉപരോധത്തിന് ഇതുപോലെ തന്നെ വലിയ തലേ ദിവസം പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പരിശീലനം കേരളം എമ്പാടും ഒരൊറ്റ ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ശരി, ഏതായാലും വലിയ ഒരു ജനാവലി തന്നെ ഈ യാത്രയിൽ അണിനിരന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ യാത്ര സമാപിക്കുന്നത്, ജില്ലാതല യാത്ര സമാപിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ PMG ജംഗ്ഷനിൽ നിന്നും തിരുവനന്തപുരത്തെ PMG ജംഗ്ഷനിൽ നിന്നും മഹാറാലിയായിട്ടാണ് ഈ യാത്ര കടന്നു വന്നത്. പാളയം വഴി കടന്നു വന്ന യാത്രയിൽ ആയിരങ്ങൾ അണിനിരക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. വലിയ ജനാവലിയെ അണിനിരത്തിക്കൊണ്ടാണ് യാത്ര അവസാനിക്കുന്നത്. സർക്കാരിനോട് ഈ സമരത്തിന് ഒന്ന് മാത്രമേ പറയാവുള്ളൂ, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ ഈ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരും. ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കൂടെയാണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതുപോലെ തന്നെ ഈ സമരം ശക്തമായി തുടരുമെന്ന് തന്നെ ഉള്ള മുന്നറിയിപ്പ് മാത്രമാണ് സർക്കാരിനോട് സമരക്കാർക്ക് പറയാനുള്ളത്, ആശമാർക്ക് പറയാനുള്ളത്. അനീഷിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.